ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെ വക ബക്രീദ് ആശംസകൾ. കുറേ ലേറ്റായി പോയിട്ടാ, ഒരാഴ്ച തന്നെ കഴിഞ്ഞ് ബക്രീദ് കഴിഞ്ഞിട്ട്. എന്നാലും ബക്രീദ് ആശംസകൾ. കുറച്ച് ബിസി ആയതുകൊണ്ട് വോയിസ് കൊടുക്കാൻ കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ്. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് വ്ളോഗാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ കണ്ടോക്കുക. കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തായാലും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലും ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ എപ്പോഴും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഉപ്പയും ഇക്കയും പള്ളി പോയി പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും കിച്ചണിൽ പോയി ഫുഡിൻ്റെ കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ പായസമാണ് കേട്ടോ അത് ഇളക്കുന്നുണ്ട്. ഞാനുണ്ടാക്കിയതൊന്നല്ല, ഉമ്മ തന്നെയാണ്. ഒന്ന് ഇളക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇളക്കിയതേ ഉള്ളൂ. പിന്നെ എന്താ ഉമ്മ ചിക്കനൊക്കെ മസാലയിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇക്കാണ്ടവർ വന്നിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നെയ്പ്പത്തിലും ബീഫ് കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് കഴിച്ച്. പിന്നെ ഈ പെരുന്നാൾക്കൊരു എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് നമുക്ക്. എന്തെന്ന് വെച്ചാൽ മങ്ങാലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഫാമിലിൻ്റെ ഒക്കെ ഇത് ആഘോഷിക്കുന്നത്. പിന്നെ ഇക്ക പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 9 കൊല്ലമായിട്ട് ഇതുവരെ പെരുന്നാൾ കിട്ടിയിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ 9 കൊല്ലത്തിൻ്റെ ശേഷം ഇത് ആദ്യമായിട്ടാണ് പെരുന്നാൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതാ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും കിച്ചണിൽ പോയിട്ട് വേറെ ഫുഡ് ബിരിയാണീൻ്റെ ഒക്കെ പരിപാടിക്ക് ചെയ്ത് ഞാനും ഉമ്മയും. അപ്പോൾ ബിരിയാണിക്ക് നമ്മളിന്ന് പെരുന്നാൾക്ക് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സലാഡും അത് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുളിക്കാൻ പോയി. എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് അടിപൊളിയല്ല, രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് റെഡിയൊക്കെ ആയിട്ട് ഇക്കാൻ്റെ ഫാമിലീൻ്റെ വീട്ടിൽ പോയി, ഇക്കാൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിൽ. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ പോകുന്നുള്ളതാണിത്. ഇതാണ് നമ്മളെ നാട്, അടിപൊളിയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുത്തമ്മൻ്റെ വീട്ടിലെത്തി. നല്ല മഴയായിരുന്നു കേട്ടോ, ഭയങ്കര മഴ ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മഴ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇക്കാനെ കാണുന്നില്ല, ഇങ്ങനെ കൈ കൊണ്ട് ഇതാക്കുന്നത് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പെരുന്നാളിൻ്റെ കസിൻസൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും. എന്നിട്ട് എല്ലാവരും പറഞ്ഞു കസിൻസിൻ്റെ ഒരു നമുക്ക് കള്ളനും പോലീസില്ലാതെ കളിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെന്താക്കി ഓക്കെ എന്ന് വിചാരിച്ചിട്ട്, മഴയല്ലേ എന്തായാലും പോകാൻ പറ്റൂല. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്നിട്ട് കള്ളനും പോലീസും കളിച്ച്. സാബിയും സാജിയും പിന്നെ ഫസ്റ്റ് സാജി സാബി, സെക്കൻഡ് പാത്തു, ഫോർത്ത് റുബി അല്ല തേർഡ് ആദു, ഫോർത്ത് റുബി, അഞ്ചാമത് ഞാൻ, ആറാമത് ഓൻ, 6, 7, 8 അപ്പോൾ ഇത് നമ്മൾ കള്ളന് പോലീസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു, കസിൻസൊക്കെ ആയിട്ട് കളിച്ചിട്ടാകുമ്പോൾ. എന്നിട്ട് ഇതാ മഴ നിന്നപ്പോഴത്തേക്ക് ഇനി നിന്നാലും മഴ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഫുഡ് കഴിക്കാനാട് നിർബന്ധിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ബീഫ് ബിരിയാണിയാണ് പെരുന്നാൾക്ക് ഉണ്ടാക്കിയത്. ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കച്ചമ്പാറും പൈനാപ്പിൾ സലാഡായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായി, അവരൊക്കെ ടാറ്റ ബൈ ചെയ്ത്. എന്നിട്ട് എന്താ കുറച്ച് സമയം ഫോൺ നോക്കി കിടന്ന് ഉറങ്ങി. ഇതന്നെയായിരുന്നു, വേറെ ഇടവും പോയിട്ടില്ല. ഇങ്ങനെയായിരുന്നു നമ്മൾ ബക്രീദ്. നിങ്ങളത് എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു.
അൽഹംദുലില്ലാ നല്ല രീതിയിൽ പെരുന്നാളും പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും, ബൈ.